ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് അടിപൊളി തേങ്ങാപ്പാൽ ചെമ്മീനൊക്കെ കൂട്ടി ഉണ്ടാക്കുന്ന നല്ലൊരു ചോറുണ്ടാക്കാം. അതിന് ആദ്യം ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 4 ഏലക്ക, 2 കഷ്ണം കറുവപ്പട്ട, കറാമ്പ്, 4 ഇല്ലി എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി പച്ചമുളക്, തക്കാളി എന്നിവയൊക്കെ ചേർക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളി, 2 പച്ചമുളകും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ചോറാണ്. അങ്ങനെ തക്കാളിയും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിന് ഞാൻ തേങ്ങാപ്പാൽ, ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ 2ാം പാലാണ് ആദ്യം ചേർക്കുന്നത്. അതിന് മുമ്പായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പൊടികളെല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഉള്ളി തക്കാളിയൊക്കെ നല്ല വഴന്ന് വന്നതിന് ശേഷം മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2ാം പാൽ ആദ്യം ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നതാണ്, പച്ചമുളകൊക്കെ മാറാൻ വേണ്ടി. അങ്ങനെ 2ാം പാലും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തയ്യാറാക്കാം. ഇതിലേക്ക് കഴുകി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. കൂന്തൽ കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചെമ്മീനൊക്കെ അതിലിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തയ്യാറാക്കാം. ഇനി 1.5 കപ്പ് തേങ്ങാപ്പാൽ, ഒരു പാട്ട അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് ബസ്മതി, സെല്ല റൈസ്, കൈമ റൈസ് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഒരു പാട്ട അരിക്ക് 1.5 പാട്ട തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. അപ്പോൾ ആദ്യം 1ാം പാലാണ് ഞാൻ ചേർക്കുന്നത്. അങ്ങനെ തേങ്ങാപ്പാൽ തിളച്ച് വരുമ്പോൾ കഴുകി വെച്ച അരി നല്ലപോലെ ഊറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് കുക്കറിന് അടപ്പ് വെച്ച് അടച്ചൊരു വിസിൽ വേവിച്ചെടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ചോറൊക്കെ നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.